18 വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയും ലാലേട്ടനും ഒന്നിച്ച് ബിഗ് സ്ക്രീനിൽ എത്തിയ പടമാണ് മെയ് 1 മഹേഷ് നാരായൺ ഡയറക്ടറിലായിട്ട് പുറത്തിറങ്ങിയ പാട്രിയൻ. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണിത്. എനിക്ക് കുറെയൊക്കെ വർക്ക് ആയ ഒരു പടമാണിത്. ഇതിന്റെ റിവ്യൂ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, ചാനലിൽ കാണാം. ബിഗ് ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ പടം എന്നാൽ തിയേറ്ററിക്കലി ഒരു ഫ്ലോപ്പ് ആയിരുന്നു. ഇതിന്റെ OTT റിലീസ് ഈ അടുത്തിടയ്ക്കാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഈ പടം ഫ്ലോപ്പ് ആയത് എന്ന ചർച്ചകൾ നടക്കുകയാണ് ഇപ്പോൾ. ഇനി ഞാൻ പറയാൻ പോകുന്ന സ്പോയിലേഴ്സ് ആണ്. ഈ പടം കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയുടെ ബാക്കി കാണാം. ഈ പടം എന്തുകൊണ്ട് ഫ്ലോപ്പായി? ഒരു പ്രമുഖ റിവ്യൂവർ അഭിപ്രായപ്പെട്ടത് ഈ സിനിമയിൽ ലാലേട്ടന്റെ ക്യാരക്ടർ മരിക്കുന്നത് ലാലേട്ടൻ ഫാൻസിന് തീരെ ഇഷ്ടമായില്ല, അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അവർ ഈ പടത്തിനെതിരെ ക്യാമ്പയിൻ നടത്തി എന്നതാണ്. ശരിയാണ്, ഈ പടത്തിന്റെ ഏറ്റവും ബോറ് പാട്ട് ഈ പടത്തിൽ ലാലേട്ടന്റെ ക്യാരക്ടർ മരിക്കുന്നത് തന്നെയാണ്. എന്നാൽ അതിനെതിരെ ഫാൻസ് ക്യാമ്പയിൻ നടത്തിയത് കൊണ്ടാണ് ഈ പടം പൊട്ടിയത് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. എനിക്ക് ഈ പടത്തിൽ ഏറ്റവും ഇഷ്ടമായ പോർഷൻ ആ ലാലേട്ടന്റെ സീക്വൻസസ് തന്നെയാണ്. അതാണ് എന്നാൽ വളരെ കുറച്ചാണ് ഈ പടത്തിൽ ഉള്ളത്. ഓൾദോ ദേ കെപ്റ്റ് മാർക്കറ്റിംഗ് ദിസ് മൂവി ആസ് എ മൾട്ടി സ്റ്റാർ. എന്നിട്ട് ആ ക്യാരക്ടർ ഒന്ന് എൻജോയ് ചെയ്ത് ആ പടം ഒന്ന് പേസ് പിടിച്ച് വന്നപ്പോഴേക്കും ലാലേട്ടന്റെ ക്യാരക്ടർ ഈ സിനിമയിൽ മരിക്കുകയാണ്. പിന്നെ പല പോയിന്റിലും ഈ സിനിമ ലോജിക്ക് വിടുന്നുണ്ട്. ഒരു കൊഹറന്റ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേയുടെ അഭാവം നമുക്ക് പലയിടത്തും ഈ സിനിമയിൽ കാണാം. മമ്മൂക്കയും ലാലേട്ടനും ഒന്നിച്ച് വരുന്നതിന്റെ ആ ഒരു ഹൈപ്പ് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. ഇതിന്റെ പ്രൊമോഷൻ മെറ്റീരിയൽ ആണെങ്കിൽ തന്നെ വളരെ മിഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ഇതെല്ലാം തന്നെ പടത്തിന്റെ റെസ്പോൺസിനെ, പടം ഇറങ്ങി കഴിഞ്ഞുള്ള റെസ്പോൺസിനെ അഫക്ട് ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ലാലേട്ടൻ ഫാൻസിന് ആ ഒരു സംഭവം അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ് ഈ പടം പൊട്ടിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം?